നമ്മളിപ്പോൾ കേരളത്തിൽ ഇരിക്കുന്ന 1% ആൾക്കാർക്ക് പോലും ഇപ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ കമ്പനി അറിയണമെന്നില്ല. നമുക്ക് ബാക്കിയുള്ള 99% ആൾക്കാരിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യാൻ പറ്റും? ഒന്ന്, നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള വർക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിംഗ്, ഞങ്ങളുടെ കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈലും ഒക്കെ നോക്കുകയാണെങ്കിൽ അതിലൊരു വ്യത്യസ്തത ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് പോരാ. അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല രീതിയിലുള്ള പല മെത്തേഡ്സ് നമ്മൾ ഔട്ട് ബൗണ്ട് ചെയ്യണം, നല്ല സെയിൽസ് ടീമിനെ ബിൽഡ് ചെയ്യണം. ഒരുപാട് മെത്തേഡ്സ് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ജനകീയമായ രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്യും. എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു ഹെസിറ്റേഷനും ഒക്കെ കൊണ്ട് ഇത്രയും കാലമായിട്ടും ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോലും എനിക്ക് ഭയങ്കര ഒരു നാണോ അല്ലെങ്കിൽ മടിയോ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളത് ചെയ്യാൻ ലേറ്റ് ആയാൽ നമ്മുടെ കമ്പനി ആയിരിക്കാം ഗ്രോ ചെയ്യുന്നതിൽ സ്ലോ ആകും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പഠിക്കണം, എഫേർട്ട് എടുക്കണം, പയ്യെ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് ഈ പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളിത് ഇതിൽ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്.